ബിഗ് ബോസ് സീസൺ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എല്ലാ ഗ്രഡ്ജും എല്ലാ കാര്യങ്ങളും വിട്ട് എല്ലാവരോടും നല്ല സ്നേഹത്തിൽ പെരുമാറണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞയാൾ ഷാനവാസ് തന്നെയാണ്. പക്ഷേ ഷാനവാസിൻ്റെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് എന്ന് പറയുന്നത് ഒരിക്കലും മാറില്ല എന്ന് ഇപ്പോൾ ഈ 2 ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അക്ബറിനെ പറ്റിയൊക്കെ ഷാനവാസ് സൗമാൻ്റെ അടുത്തൊക്കെ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൗമാൻ തന്നെ തിരിച്ച് പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൽ ഇത്രയും വൈരാഗ്യം ഉണ്ടോ എന്നൊക്കെ. അത് പറഞ്ഞ പോലെയാണ് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന് കൊടുത്ത ടാസ്കിൽ അനുവിനെ എന്താ പറയുക, ഗെയിമർ എന്നുള്ള രീതിയിൽ 100 പോയിൻറ്റ്സ് കൊടുത്തു. ബാക്കി സത്യസന്ധത അങ്ങനെ കുറേ കാര്യങ്ങളിൽ 0 ആണ് കൊടുത്തത്. അപ്പോൾ ഇത് നൂറ ക്വസ്റ്റ്യൻ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം നൂറ ഷാനവാസിനെ കള്ളനെന്ന് വിളിച്ചു എന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പം നൂറയെടുത്ത് എന്താ പറയുക, ഒരു വൈരാഗ്യം വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്കിലും ആതിര ഷാനവാസിനെ പറ്റി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് രണ്ടും കേട്ടപ്പോൾ ഷാനവാസിൻ്റെ ഉള്ളിലത്തെ മൃഗം ഉണർന്നു എന്ന് പറയാം. എന്താ വെച്ചാൽ അവരെ എൻ്റെ നെഞ്ചിലിട്ട് വളർത്തുക ഈ പെൺകുട്ടിക്കാട്ടും കുന്തമൊക്കെ കൊണ്ട് ഷാനവാസ് വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മണി ബോക്സ് ടാസ്കിൽ ആതിരേൻ്റെ ബോക്സ് എടുക്കാതെ സംരക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പഴയ കഥകളൊക്കെ അങ്ങ് ഇറക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇയാൾ ആരാണ്? ആതിരേ നൂറ് ഇയാളോട് പറഞ്ഞോ ഇയാളുടെ സംരക്ഷണം വേണം അവർക്കെന്ന്? ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ പുറത്ത് അത്രയും പ്രതിസന്ധിയും തരണം ചെയ്ത് വന്ന പിള്ളേരാണ് ഈ ആതിരയും നൂറയും. ഇയാളുടെ സംരക്ഷണം ഇല്ലെങ്കിൽ അവർക്ക് ഈ ബി ഹൗസിൽ സുഖമായിട്ട് പോകാൻ പറ്റും. പക്ഷെ ഇയാളങ്ങ് ഏട്ടൻ വേണ്ടിയിട്ട് അങ്ങ് സംരക്ഷണം അന്ന് ആതിര പറഞ്ഞല്ലോ, ഒരു ഗാർഡിയൻ ഏജൻറ്റിൻ്റെയും ആവശ്യം ആതിരയ്ക്കും നൂറയ്ക്കും ഇല്ല. എന്നിട്ട് ഇയാൾ പറഞ്ഞ ഡയലോഗാണ്, ഇയാളുമായിട്ട് പിണക്കം വന്ന് നിൽക്കുന്ന സമയത്ത് ലക്ഷ്മി പറഞ്ഞു പോലും ഇയാളോട്, നിങ്ങൾ പോയിട്ട് ആ പിള്ളേരോട് മിണ്ട്, അല്ലെങ്കിൽ അവരെ കുത്തിക്കയറും പോലും ആൾക്കാർ. അവിടെ എന്താ ഫുൾ കഴുകന്മാരില്ല, ഇവരെ കൊത്തിക്കയറാൻ. അനുവിനെ കൊത്തിക്കയറെന്ന് പറഞ്ഞാൽ പിന്നെയും ഉണ്ട്. അതിലേന് കുറേ കൊത്തിക്കയറാനെങ്കിൽ വന്നാൽ മതി. അവരുടെ സ്വഭാവം ശരിക്കും അറിയാവുന്നതാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കാൻ അവർക്കറിയാം. പുറത്ത് ഇത്രയും പ്രതിസന്ധി നേരിട്ടവർക്ക് ഈ ഭൂമിയുടെ അകത്ത് വലിയ പ്രതിസന്ധിയൊന്നും ഇല്ല. അത് നേരിടാൻ അവർക്ക് 2 പേർക്കും അറിയുകയും ചെയ്യാം. എന്നിട്ട് ഇയാളുടെ സംരക്ഷണം ഒന്നും ആവശ്യമില്ല. എന്നിട്ട് ഇയാൾ എന്താ പറയുക, കണക്ക് പറച്ചിലാണ്. ഞാനവരുടെ നെഞ്ചിൽ കൊണ്ട് വളർത്തി അവരെ സംരക്ഷിച്ചു, അവർക്കെതിരെ ഗെയിം കളിച്ചില്ല, നൂറേനെ ജയിൽ നോമിനേറ്റ് ചെയ്തിട്ട് പോലും ഞാൻ അവളെ ക്യാപ്റ്റൻസി നോമിനേറ്റ് ചെയ്ത് ഈ കണക്ക് പറച്ചിലാണ് എപ്പോഴും ഉള്ളതാണ് ഈ കണക്ക് പറച്ചിൽ. അപ്പോൾ ഇയാൾ ഓരോന്ന് മനസ്സിൽ കണക്കൂട്ടി വെച്ചെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഗെയിം കളിക്കണ്ടേ? ഇപ്പം നൂറ തന്നെ ആതിരക്കെതിരെ ഗെയിം കളിച്ചു അന്ന് മണി ടാസ്കിൽ. കാരണം അക്ബറിൻ്റെ ഇത് സംരക്ഷിച്ച് അവരെ കൂടി ടൈപ്പാക്കി ആതിരയുടെ ബോക്സ് അങ്ങോട്ട് കൊണ്ടുപോയിട്ടു. അപ്പോൾ അവർ പരസ്പരം പോലും ഗെയിം കളിച്ചു. എന്നിട്ട് ഇയാൾ അവർക്കെതിരെ ഗെയിം കളിച്ചില്ല, സംരക്ഷകൻ ചമഞ്ഞ് നിന്നു എന്ന് പറഞ്ഞിട്ട് കണക്ക് പറച്ചില്ല. ഇയാളങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ട് അവർക്ക് അങ്ങനെ അവർ തിരിച്ച് അതുപോലെ തന്നെ പെരുമാറുന്നുണ്ടോ? അവർക്ക് ഇപ്പോൾ ഗെയിം കളിക്കേണ്ട കാലത്ത് അവർ ഗെയിം കളിക്കും, ഓരോന്ന് ചെയ്യും. ഇത് ഇയാൾ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ പകയും കൊണ്ട് നടക്കും. ഇപ്പം ഇത് തീരാറായി. ഇനി പുറത്തിറങ്ങിയ ഇയാൾ സംരക്ഷകൻ ചമ്മിയോ? ഇല്ലല്ലോ. ഇത് ഇയാളുടെ ഗെയിമാണ്, പക്ക സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരെയും നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഇപ്പം അക്ബറിനെ ആണെങ്കിൽ എന്ത് പറയുമ്പോൾ അക്ബറാണല്ലോ. അപ്പോൾ അക്ബറിനെ ആണെങ്കിലും ആദിലെയും നൂറയൊക്കെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഇയാൾ ഇന്ന് രാവിലെ തൊട്ട് അനീഷിൻ്റെ അടുത്തൊക്കെ ഇവരെ പറ്റി ഇങ്ങനെ